കഴിഞ്ഞ ദിവസം നമ്മളൊരു ചുരിദാർ കട്ട് ചെയ്ത് വെച്ചു അല്ലേ. ആ ചുരിദാറിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ നമ്മൾ ഫേസിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ആ നെക്കിൻ്റെ അതേ റൗണ്ടിൽ നമ്മൾ ഫേസിങ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഫേസിങ് നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ ഔട്ട്ലൈൻ അരിക് ഒരു 1/4 ഇഞ്ചിൽ നമ്മളിങ്ങനെ അരിക് മടക്കി തയ്ക്കണം കേട്ടോ. ഇത് ഇപ്പൊ 6 കിടക്കുന്ന സീല കിടക്കുന്ന നമ്മൾ നോർമൽ സ്റ്റിച്ചിങ് നമ്മൾ ഏലിട്ട് കൊടുക്കണം കേട്ടോ. ഈ ബട്ടൺ ഏലിട്ട് കൊടുക്കണം. ഇനി ഈ ഫുട്ട് അവിടെ നിൽക്കുന്നെങ്കിൽ പുറത്ത് നിൽക്കണം കേട്ടോ. ഈ മരുന്ന് നമ്മൾ മടക്കേൻ്റെ ഈ പ്രഷർ ഫുട്ട്, ഈ ഫുട്ട് കണ്ടോ, ഈ ഫുട്ടിന് 2 വശങ്ങളുണ്ട്. അതിൽ ഈ റൈറ്റ് സൈഡിലുള്ള ഭാഗം ഈ ഭാഗത്തിൻ്റെ പുറത്ത് നിൽക്കണം, ചേർന്ന് നിൽക്കണം. എങ്കിലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അരികെ മടങ്ങി വരുള്ളൂ കേട്ടോ. നോക്കിക്കാം, അരികിലൂടെ അടിക്കുന്നുണ്ടോ. നമുക്ക് ഈ റൗണ്ടൊക്കെ കിട്ടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. ഈ റൗണ്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം, ഈ വിരൽ ഞാൻ ഇതിൻ്റെ ഉള്ളേ വെച്ച് കൊടുക്കുക കണ്ടോ. ഇങ്ങനെ ഉള്ളേ വെച്ച് കൊടുത്തിട്ട് ഈ വിരൽ വെച്ച് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴും ഫുട്ട് പുറത്ത് നിൽക്കണം കേട്ടോ. ഇതിലാണ് അരികിലൂടെ തയ്ച്ചു തരാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ സൂചിനെ ഇങ്ങനെ കുത്തി വച്ചിട്ട് ബാറ് പൊക്കി വെക്കണം കണ്ടോ. സൂചിനെ കുത്തി വെച്ച് ബാറ് പൊക്കി വെച്ചിട്ട് നമ്മുടെ ഈ കൈവിരൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ചിരിക്കണം. കീറൂടായിട്ട് വരുന്നുണ്ടോ, റൗണ്ട് നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടുന്നുണ്ടോ. നമ്മൾ ഇങ്ങനെ വെച്ചടിച്ച് നമുക്ക് റൗണ്ട് കിട്ടില്ല, മൂല കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വിരൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഈ വിരൽ വെച്ച് കൊടുക്കണം കണ്ടോ. എന്നിട്ട് ഈ ഫുട്ട് എവിടെ നിൽക്കണം, പുറത്ത് നിൽക്കണം. ഈ റൗണ്ട് കണ്ട, ഈ റൗണ്ട് നമുക്ക് കിട്ടാനല്ലേ ബുദ്ധിമുട്ട് റൗണ്ടിനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ വിരൽ ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടോ, ഞാൻ പിടിച്ചേക്കുന്നുണ്ടോ. അപ്പോൾ കറക്റ്റ് റൗണ്ട് വരുന്നില്ല എനിക്ക്. എന്നിട്ട് ഈ വിരൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ വിരൽ മുകളിലേക്ക് ആ ഫുട്ട് സൂചി കുത്തി നിർത്തി ബാറ് പൊക്കി വെച്ചേക്കും കേട്ടോ. എന്നിട്ട് പ്രഷർ ബാർ താഴ്ത്തി കിടക്കണം. ഈ ഫുട്ട് പുറത്ത് നിൽക്കണം കേട്ടോ, അരികത്തോടെ കണ്ടോ. ആ റൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ. വീണ്ടും ഞാൻ ഈ വിരൽ ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ വലിക്കുമ്പോൾ ക്രോസിങ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് വന്നോളൂ. ഈ വിരൽ വച്ചിട്ട് ഈ വിരൽ മുകളിലേക്ക് വച്ച് കൊടുക്കുക കണ്ടോ. ഇങ്ങനെ ഇച്ചിരി സ്പേസ് ഇട്ട് ഇങ്ങനെ നീക്കി ലോങ്ങിൽ വയ്ക്കണം കേട്ടോ. കൈ വലുതായിട്ട് കുട്ടികളെ നിൽക്കും, പുറത്ത് നിൽക്കും. ഇവിടേക്ക് വരുമ്പോൾ ഈ റൗണ്ട് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ വിരൽ ഇതിങ്ങനെ വയ്ക്കാം, ഈ വിരൽ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം, കുട്ടി പുറത്ത് നിൽക്കാം കണ്ടോ. ഇപ്പോൾ ഇവിടെ വിട്ട് പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സൂചിനെ കുത്തി വയ്ക്കണം. സൂചിനെ കുത്തി വയ്ക്കണം, ബാറ് പൊക്കി വയ്ക്കണം കണ്ടോ, ഈ പൊസിഷൻ. അത് നമുക്ക് ഈ വിരൽ ഇതിങ്ങനെ വെച്ചേക്കാട്ടോ. ഓക്കെ, വരുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് റൗണ്ട് വരുന്നുണ്ടോ. വച്ചിട്ട് ഈ വിരൽ മുകളിൽ വെച്ച് സപ്പോർട്ട് ചെയ്യുക. ഫുട്ട് പുറത്ത് നിൽക്കണം. അങ്ങനെ കംപ്ലീറ്റ് അടിച്ചെടുക്കാം കേട്ടോ. വെച്ച് ഇതിൻ്റെ മുകളിൽ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫുട്ട് പുറത്ത് ഇതിൻ്റെ അരികെ നമ്മൾ 4 ഇഞ്ചിൽ തയ്ച്ചെടുക്കും. നമ്മളിതിൻ്റെ റൗണ്ട് വന്നേക്കുന്നുണ്ടോ, കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടി കേട്ടോ. ഇതിൻ്റെ അരികെ നല്ല വശം കണ്ടോ. നമ്മുടെ കണ്ടോ, ആ റൗണ്ടൊക്കെ നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടും. ഇനി നമ്മുടെ ബോഡി പാർട്ട് എടുത്തിട്ട് ഇത് ഞാൻ നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്ക് കേട്ടോ തയ്ക്കുന്നത്. നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് നിവർത്തി വയ്ക്കുക. നിവർത്തി വച്ചതിന് ശേഷം ഈ ഫേസിൻ്റെ ചീത്ത വശം കണ്ടോ, ചീത്ത വശം അത് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വയ്ക്കാം കേട്ടോ. നമുക്ക് ഫേസിന് നേരെ വയ്ക്കാം. നല്ല വശം ടു നല്ല വശം ഒട്ടിച്ച് വയ്ക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റൗണ്ട് ക്ലിയർ ആണെന്ന് കണ്ടോ. നമ്മുടെ ഈ റൗണ്ട് നോക്കിയാൽ മതി. ഇവിടെ ഒന്നും നോക്കണ്ട കേട്ടോ. അവിടെ ഞാൻ ഇത്തിരി കൂടുതലിട്ട് തേക്കണം കേട്ടോ. കേട്ടോ, ഈ കറക്റ്റ് ഈ റൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നിൽക്കണം കേട്ടോ. നമ്മുടെ റൗണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ. ഓക്കെ, ഇത് നമുക്കിത് മുകളിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കാം. ഇത് നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൊട്ട് സൂചി കുത്തി വെച്ചേക്കണം കേട്ടോ. ഒരു പേൾപ്പിന് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ആ പിന്നെ നമ്മളിവിടുന്ന് തയ്ക്കുമ്പോൾ മൂവ് ചെയ്യാതിരുന്നുള്ളൂ, അവിടെ കറക്റ്റായിട്ടിരുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് സെൻറ്ററിൽ ഞാൻ ഇങ്ങനെ പിടിക്കുക കേട്ടോ.
ഫുട്ട് രണ്ടും അകത്ത് നിൽക്കണം കേട്ടോ. ഇത്രയും തയ്യൽ തുമ്പ് വേണം നമുക്ക് തയ്ക്കണേന്. കാണാമോ? ഇത്രയും തയ്യൽ തുമ്പ് വേണം നമുക്ക് തയ്ക്കണേന്. എങ്ങനെയാ? ഈ ഫുട്ട് രണ്ടും അകത്ത് നിൽക്കണം. ഒരു ചെറിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടണം കേട്ടോ. അങ്ങനെ വെച്ചാൽ ലോക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ റൗണ്ടിലേക്ക് കറക്റ്റ് ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അല്ല, ഈ റൗണ്ടൊക്കെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ പിടിക്കുന്നത് ശ്രദ്ധിച്ചോട്ടോ. റൗണ്ട് വരുന്നുണ്ടോ? ഇപ്പോഴും നമ്മുടെ ഈ പോയിന്റൊക്കെ റൗണ്ട് കറക്റ്റ് ഇങ്ങനെ വെച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കയറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് കൈ വച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ പൊങ്ങി നിൽക്കുന്ന താഴേക്ക് പോകുന്നു. കൈ ഇത് ഇങ്ങനെ വെച്ചെടുക്കാം. കറക്റ്റ് റൗണ്ട് മനസ്സിലാകുന്നുണ്ടോ? കണ്ടോ? ഇപ്പം നിൽക്കുന്നുണ്ടോ? ഓരോ പൊസിഷനിലാണ് നിൽക്കണം കേട്ടോ. അവിടെ തൊട്ട് ഇവിടെ വരെ ഞാൻ എടുത്തത് ഓരോ കറക്റ്റ് പോയിന്റാണ്. ഈ റൗണ്ട് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആക്കി എന്ത് ചെയ്യാം? സൂചിനെ അവിടെ കുത്തി വയ്ക്കണം, ബാറ് പൊക്കി വയ്ക്കണം കേട്ടോ. ഈ മെത്തേഡ് യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്നിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. നമ്മുടെ ഈ പോയിന്റൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. താഴെ പീസ് ഇങ്ങനെ തള്ളി നിൽക്കുകയാണെങ്കിൽ താഴെ പീസ് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ പോയിന്റ് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഫുട്ട് രണ്ടും അകത്ത് നിന്ന് കൈ വേഗോടെ സപ്പോർട്ട് ചെയ്യും. നെക്ക് തയ്ച്ചു വെച്ചേക്കുന്നുണ്ടോ? ഇനി ഈ പോയിന്റ്സിൽ കണ്ട ഈ തയ്യൽ തുമ്പ് കാണുന്നുണ്ടോ? ഈ തയ്യൽ തുമ്പിൽ ഓരോ ഇഞ്ച് സ്പേസ് വിട്ട് ഓരോ ഇഞ്ച് കേട്ടോ, ഓരോ ഇഞ്ച് സ്പേസ് വിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കണം കേട്ടോ. ചെറിയ കട്ടർ വാങ്ങിക്കാൻ കേട്ടോ. ആ കട്ടർ വെച്ച് നമ്മൾ ഞാനിവിടെ കത്രികയായിട്ട് യൂസ് ചെയ്യണേ. കട്ടർ എൻ്റെ ക്ലാസ്സിലായിരിക്കുന്നത്. അപ്പോൾ കേട്ടോ ചെറിയ കട്ടർ വെച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഈ പോയിന്റ് നമ്മുടെ ആ സ്റ്റിച്ചിൽ മുട്ടാത്ത രീതിയിൽ ഇങ്ങനെ ചെരിച്ച് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഓരോ ഇഞ്ച് സ്പേസിൽ ഇങ്ങനെ കട്ട്സ് കൊടുക്കുക. ചുറ്റിലും കട്ട്സ് കൊടുക്കുക. മനസ്സിലാവണ്ട കണ്ട? കട്ട്സ് കൊടുത്തേക്കുന്നുണ്ടോ? സ്റ്റിച്ച് മുട്ടാത്ത രീതിയിൽ നമ്മൾ കൊടുക്കാം. പല മെത്തേഡുണ്ട് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഒന്ന് വിട്ടിരിക്കുന്ന ഡിസ്റ്റൻസ് തയ്ക്കാട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കത് ഇങ്ങനെ ഇതിലേക്ക് പതിച്ചടിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ വരുന്നുണ്ടോ? നമ്മുടെ ഈ പോയിന്റ് ഈ സ്റ്റിച്ച് വരുന്നുണ്ടോ? വിരൽ ഇതിങ്ങനെ പിടിക്കണം. അകത്ത് വിരൽ ഇതിങ്ങനെ പിടിച്ച് കറക്റ്റ് പൊസിഷൻ കിട്ടണം. കണ്ടോ? ഒരു കാരണവശാലും ഈ ഫേസിങ്ങിൻ്റെ പോയിന്റ് നല്ല വശത്തേക്ക് വരാൻ പാടില്ല. അപ്പം ഞാൻ ചീത്ത വശത്തേക്കാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? കണ്ടോ? ചീത്ത വശത്തേക്ക് നമ്മുടെ ഫേസിങ് ഇങ്ങനെ പോകും. അപ്പം വിരലിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. ഇനി നോക്കിക്കേ, ഫുട്ട് എവിടെ നിൽക്കണം? പുറത്ത്. റൈറ്റ് ഫുട്ട് എവിടെ നിൽക്കണം? പുറത്ത് നിൽക്കണം കേട്ടോ. ഔട്ട്ലൈൻ ഇതേ ഇങ്ങനെ വെച്ചിട്ട് അരികിലൂടെ കണ്ടോ? ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിലൂടെ ഇങ്ങോട്ട് ചെയ്യണം കേട്ടോ. എവിടുന്ന? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. എന്നിട്ട് നമ്മുടെ ഈ ഫേസിങ് കണ്ട, ഈ ഫേസിങ് നമ്മൾ അകത്തേക്ക് ശരിക്കും ഇങ്ങനെ ആ റൗണ്ടൊക്കെ കറക്റ്റ് കിട്ടത്തക്ക വിധം ഇങ്ങനെ പിടിക്കും. ഞാൻ വിരൽ പിടിച്ചേക്കുന്നുണ്ടോ? കണ്ടോ? നമ്മുടെ ഫേസിങ്ങിൻ്റെ പോയിന്റ് ഞാൻ പിടിച്ചേക്കുന്നുണ്ടോ? ആ കട്ട്സ് കൊടുത്തേക്കുന്നതുകൊണ്ട് കറക്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് കിട്ടിക്കോളും. ഇങ്ങനെ വിളിച്ച് ജസ്റ്റ് നമ്മളിങ്ങനെ കൈ താഴെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ റൗണ്ട് പോയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഈ ഫേസിങ് കംപ്ലീറ്റ് ഇങ്ങനെ തയ്ക്കുക കേട്ടോ. അപ്പം നമ്മുടെ നെക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് തീർന്നു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്ലൈൻ, ഫേസിങ്ങിൻ്റെ ഔട്ട്ലൈൻ. അപ്പം ഇതിങ്ങനെ നിൽക്കുമല്ലേ? ഈ ഫേസിങ്ങിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് എന്ത് ചെയ്യാതെ ഈ ഫുട്ട് ഇവിടെ, ഈ ഫുട്ട് പുറത്ത് നിൽക്കണം. സൂചിനെ നമ്മളവിടെ കുത്തി വെച്ചിട്ട് ബാറ് പുറത്ത് നിൽക്കണം. ഇനി ബാറ് താഴ്ത്തിയിട്ട് നെക്ക് തയ്ച്ചപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, നമ്മൾ ഫേസിങ്ങിൻ്റെ ഔട്ട്ലൈൻ തയ്ക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം കേട്ടോ. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് പോയിട്ട് കിട്ടുള്ളൂ.
അരികിലൂടെ തന്നെ അടിച്ചു കൊടുക്കുക. ഇവിടെ വയ്ക്കുക, ബാർ പൊക്കി വയ്ക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല, ഇതിപ്പോൾ നമ്മുടെ ചീത്തവശത്തേക്ക് വച്ചടിക്കുന്ന ഫേസിങ്. ഇനി അരികെ കംപ്ലീറ്റ് തയ്ച്ചെടുക്കാം കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് റൗണ്ട് പറഞ്ഞിട്ടേക്കുന്നുണ്ടാവും. ഇവിടെ വരുമ്പോൾ ഇതിലൂടെ വന്നു കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ തള്ളു പോകുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ടൈറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ട് സൂചിനെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഈ ബാറ് പൊക്കി ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടിക്കോളും. കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നെക്ക് പോയിട്ട് ഇതിങ്ങനെ കറക്റ്റാണോ എന്ന് നോക്കുക. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ അടിച്ച് ക്ലാസ്സിലെ പിള്ളേർ ഇങ്ങനെ അടിച്ചോളൂ. പക്ഷെ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ പിന്നെ അഴിപ്പിച്ചൊന്നും ചെയ്യിപ്പിക്കണ്ട. ഈ പോയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് ഞാൻ വെച്ചടിക്കുക. ഈ പൊസിഷൻ കറക്റ്റായിരിക്കണം, ഈ പൊസിഷൻ കറക്റ്റായിരിക്കും. നമ്മുടെ ഫ്രണ്ട് ഫേസിങ് തീർന്നു. ഇതുപോലെ തന്നെ ബാക്ക് ഫേസിങ് അടിച്ചെടുക്കാം കേട്ടോ. കറക്റ്റ് റൗണ്ടിൽ നമ്മുടെ ഫേസിങ് തയ്ച്ച് തീർക്കും. ചീത്തവശം കണ്ട കറക്റ്റ് റൗണ്ടിലേക്ക് നമ്മുടെ റൗണ്ട് ഫേസിങ് ഇങ്ങനെ അടിച്ച് തീർക്കും. ബാക്കിനൊക്കെ നമ്മൾ അടിച്ച് ഇതുപോലെ കട്ട്സ് കൊടുത്തു. ഇനി ഫേസിങ് ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ? ഈ പോയിൻ്റൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഷോൾഡർ ഹൈഡ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നുണ്ട്. സാധാരണ ഷോൾഡർ കൂട്ടി അടിക്കുക, നല്ല വശം തമ്മിൽ വെച്ച്. ഇത് നമുക്ക് ഷോൾഡർ എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ്. ഇതിൻ്റെ നല്ലതേ ഈ നല്ല ഫ്രണ്ട് നമ്മൾ തയ്ച്ച് വെച്ചേക്കുമല്ലേ. ഓക്കെ, ഈ ബാക്ക് നമ്മൾ തയ്ച്ച ഫേസിങ് തയ്ച്ച് കട്ട്സ് കൊടുത്തതിന് ശേഷം ഈ നല്ല വശം ടു നല്ല വശം, നെക്കിൻ്റെ നല്ല വശം കണ്ടോ, നല്ല വശം ടു നല്ല വശം. നമ്മുടെ ഈ പോയിന്റ് കണ്ടോ, ആ സ്റ്റിച്ചിങ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിലേക്ക് കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ക്ലിയർ ആവുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫേസിങ്ങിലേക്ക് അപ്പോൾ ഫേസിങ് ടു ഫേസിങ് നമ്മൾ ഇങ്ങോട്ട് മറച്ച് പിടിക്കുക കേട്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം. ഫ്രണ്ട് അടിച്ച് പതിച്ചടിക്കലെല്ലാം കഴിഞ്ഞ് കറക്റ്റാക്കി വെച്ചേക്കാം കേട്ടോ. ബാക്കിനേക്ക് നമ്മൾ ഫേസിങ് അടിച്ച് പതിച്ചൊന്നും അടിച്ചിട്ടില്ല, കട്ട്സ് കൊടുത്തത് ഇങ്ങനെ വിട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ല വശം ഫ്രണ്ടിൻ്റെ നല്ല വശം ഷോൾഡർ കൂട്ടുന്നിട്ടേ പറയുന്നത് ഈ പോയിന്റിലേക്ക് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഫേസിങ് ഇങ്ങോട്ട് തിരിച്ച് പിടിക്കുക കേട്ടോ. ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചടിക്കുക. അപ്പോൾ ഈ ഷോൾഡർ ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഷോൾഡർ പീസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അതുകൊണ്ടൊരു കാണി കൊടുക്കാനുണ്ട് കേട്ടോ. നോക്കിക്ക് നമ്മുടെ നല്ല പീസ് നല്ല നെക്ക് കണ്ട, നല്ല വശം വന്നേക്കുന്നുണ്ടോ, ചീത്ത വശം വന്നേക്കുന്നുണ്ടോ, ആ ഷോൾഡർ മറഞ്ഞു വന്നേക്കുന്നുണ്ടോ, ഷോൾഡറിനെ തയ്യൽ തുമ്പ് ഹൈഡായി വന്നേക്കുന്നുണ്ടോ. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഫേസിലും കൂടെ തിരിച്ചു വെച്ചടിച്ചു കേട്ടോ. അതുപോലെ ഈ ഭാഗവും നമുക്ക് നല്ല വശം ടു നല്ല വശം നമ്മളിതിങ്ങനെ പിടിക്കുക. മനസ്സിലാവുണ്ടോ? ഷോൾഡറിൻ്റെ ഇത് ഫേസിങ്, ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പോയിന്റിലേക്ക് ആദ്യം ചെയ്ത പോലെ അതേ കണ്ടോ, ഈ പോയിന്റിലേക്ക് കയറ്റി വയ്ക്കുക. ഫേസിങ്ങിലേക്ക് ചേർത്ത് വയ്ക്കുക. ഫേസിങ് ടു ഫേസിങ് അതെ. എന്നിട്ട് ആദ്യം തയ്ച്ച പോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ ലോക്ക് ഇടണേ. ലോക്ക് ഈ വിഷയത്തിൽ ലോക്ക് ഇടുന്ന ഈ ഭാഗമാട്ടോ. ഒന്ന് റേസ് പോയിട്ട് കണ്ടോ, നമ്മുടെ ഷോൾഡർ നന്നായിട്ട് ഹൈഡായി വന്നില്ലെന്നെങ്കിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് ഈ തയ്യൽ തുമ്പ് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുമല്ലോ കണ്ടോ. ഇനി നമ്മൾ ഇതിനെ പതിച്ചടിക്കുക.
ഇനി നമ്മൾ ബാക്ക് നെക്ക് വേണ്ട, ബാക്ക് നെക്ക് നമ്മൾ ഇതിലല്ലേ പറിച്ചത്. ഇത് പല മെത്തേഡ് ഉണ്ട് കേട്ടോ തയ്ക്കാനായിട്ട്. ഇത് ഞാനിപ്പോൾ ഒരു മെത്തേഡായി കാണിച്ചു തരുന്നത്. വേണ്ട, ഈ പോയിന്റ് നമ്മൾ തയ്ച്ച പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ഷോൾഡർ കൂട്ടിയടിച്ചിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഈ ഷോൾഡർ ഈ പോയിന്റിൽ നിന്ന് എടുക്കണം കേട്ടോ. ഷോൾഡർ നമ്മൾ പതിച്ചടിക്കേണ്ടത്. പതിച്ചടിക്കാൻ വേണ്ടി നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ അതിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഫേസിങ്ങൊക്കെ ശരിക്കും അകത്തേക്ക് വെച്ചിട്ട് എൻഡിലേക്ക് കുത്തി നിർത്തി ബാറ് പൊക്കിയിട്ട് തിരിച്ചിങ്ങനെ വരും. വേണ്ട, അപ്പോൾ നമ്മുടെ ഫേസിങ് ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ. അപ്പോൾ ഫേസിങ് നമ്മൾ അകത്തേട്ട് ഫ്രണ്ട് ചെയ്ത പോലെ അകത്തേട്ട് വലിച്ചൊടിച്ച് പിടിക്കുന്നുണ്ടോ ഫേസിങ്ങിനെ, അകത്തെ ഫേസിങ്ങിനെ പിടിക്കുന്നുണ്ടോ. അങ്ങനെ വച്ചിട്ട് നമ്മൾ കട്ട്സ് കൊടുത്ത കാരണം തിരിച്ച് വരും, നന്നായിട്ട് വരും. കേട്ടോ, ഫുട്ട് പുറത്ത് നിൽക്കണം കേട്ടോ, എങ്കിലൊക്കെ പോയിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിങ്ങനെ തള്ളു വരുമല്ലോ, നമുക്ക് ഇത് ക്യാൻവാസ് യൂസ് ചെയ്യാൻ ചെയ്തുകൊണ്ടാട്ടോ അതെങ്ങനെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴേന്ന് ഈ ഫേസിങ്ങിൻ്റെ വശത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ ഫേസിങ് ജസ്റ്റ് ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കാം. ആ പോയിന്റിൽ സൂചി ഇങ്ങനെ കുത്തി നിർത്തുന്നു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഷോൾഡർ പതിച്ചടിക്കണ്ടേ. ഓക്കെ, തിരിച്ച് ആ പോയിന്റിൽ തന്നെ വളഞ്ഞൊന്നും നിൽക്കട്ടെ, സ്ട്രൈറ്റ് ആയിട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട്. ഇതിപ്പോൾ നെക്കിൻ്റെ അരികെ നമ്മൾ പതിച്ചടിച്ചു. ഇവിടെ നമ്മൾ പതിച്ചടിച്ചിട്ടില്ല കേട്ടോ. ഫേസിങ് എന്തെങ്കിലും പൊന്തി നിൽക്കുമല്ലേ, നമ്മുടെ ഫ്രണ്ട് ഫേസിങ് നമ്മൾ പതിച്ചടിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇത് ശ്രദ്ധിക്കണം, നെക്ക് പതിച്ചടിക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഫേസിങ് പതിച്ചടിക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കേട്ടോ. എങ്കിലും നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫേസിങ്ങിനെല്ലാം നമ്മളത് ബാക്കി ചെയ്ത പോലെ റൗണ്ട് കറക്റ്റ് റൗണ്ട് തന്നെ വരണം കേട്ടോ, ചുരുക്ക് വീഴാതെ അടിച്ചു വരണം. നമ്മൾ കറക്റ്റ് ഈ പോയിൻ്റൊക്കെ കറക്റ്റ് ചെയ്ത് വളഞ്ഞ് നിൽക്കുന്നതിലേക്ക് നേരെ വച്ചിട്ട് അവിടെ ഒന്ന് ലോക്ക് ഈ ബട്ടണിലൊന്ന് അമർത്തി കൊടുക്കാൻ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസിങ്ങിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും നെക്ക് തയ്ച്ച് കഴിഞ്ഞു. ഫേസിങ് നമ്മൾ അകത്തേക്ക് വച്ചാട്ട് അടിച്ചേക്കുന്നത്, അകത്തേക്ക് വെച്ചടിച്ചു. ഷോൾഡർ പതിച്ചടിച്ചു. ഇനി വേണ്ടത് ഏതാ, നമുക്ക് സ്ലീവ്. സ്ലീവ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ ഷോൾഡർ പോയിന്റ് കണ്ടോ, ഈ ഷോൾഡർ പോയിന്റ് നമുക്ക് കറക്റ്റ് സെൻറ്റർ പോയിന്റാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കണം, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ് സ്ട്രൈറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, ആ പോയിന്റ് ഇങ്ങനെ കത്രികേനെ പിടിച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് കട്ട് കൊടുക്കാം കണ്ടോ. അപ്പം കറക്റ്റ് നേരം ഒന്നില്ലാണെങ്കിൽ അതുപോലെ മറ്റേ സൈഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇനി വേണ്ടത് നമ്മുടെ സ്ലീവ്. ഞാൻ ഇടയിൽ 1 ഇഞ്ചിൽ നമ്മൾ ക്രോസ് ചെയ്ത് വെച്ചില്ലായിരുന്നു, അത് എന്തിനാ നമുക്ക് മടക്ക് ഭാഗം കറക്റ്റായിട്ട് അറിയാമല്ലേ. ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് വെച്ചാൽ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആദ്യം തന്നെ ഈ പോയിന്റ് വെച്ച് നമ്മളിങ്ങനെ മടക്കി ലെവൽ ചെയ്തിട്ടുണ്ടാവും. ഒരു മാർക്കിങ് ഇങ്ങനെ വരും, അത്രയാണ് നമുക്ക് മടക്കേണ്ടത്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വേണ്ട, ഇങ്ങനെയാണ് നമുക്ക് മടക്കേണ്ടത് കണ്ടോ. അപ്പോൾ ഇത് ഡബിൾ ഫോൾഡ് ആക്കണ്ടേ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ഈ പോയിന്റിലേക്ക് മടക്കി വെച്ചിട്ട് ആ പോയിന്റ് ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രോസിങ് ഇത് വരും, നേരെ വരും കേട്ടോ. അങ്ങനെ വെച്ചിട്ട് റൈറ്റ് ഫുട്ട് പുറത്ത് നിൽക്കാം, റൈറ്റ് അല്ല ലെഫ്റ്റ് ഫുട്ട്, ഈ ഫുട്ടിൻ്റെ ലെഫ്റ്റ് ഇത് റൈറ്റ് ചെയ്തിട്ട് അപ്പോൾ ലെഫ്റ്റ് ഫുട്ട് പുറത്ത് നിൽക്കണം കേട്ടോ. എങ്കിലാണ് എൻഡിലൂടെ സ്റ്റിച്ച് വരുള്ളൂ കേട്ടോ.
അവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് പിടിച്ച് നമ്മൾ താഴെ എത്ര ഇട്ടായിരുന്നേ സ്ലീവിലടിച്ച് പ്ലസ് 1 ഇഞ്ച് അല്ലേ. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ മടക്കി വെച്ചിട്ട് 1 ഇഞ്ച് സ്ലീവിൻ്റെ അടി താഴെ ഇറക്കത്ര നമ്മൾ തയ്യുമ്പോൾ ഇട്ടാറ് 1 ഇഞ്ചല്ലേ. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ മടക്കി ആ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ മടക്കി വെച്ച് തയ്ക്കാം കേട്ടോ. ഇവിടെ കറക്റ്റാണ് കണ്ടോ നിൽക്കുന്നുണ്ടാണ്. അപ്പോൾ ഈ ക്രോസിങ് പോയാൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് വേണ്ട അത് കണ്ടു. അപ്പോൾ നമ്മുടെ ആ സ്ലീവ് രണ്ടും ഇറക്കത്തിന് വേരിയേഷൻ വരണം, 2 ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അതുപോലെ മറ്റു സ്ലീവ് അടി മടക്കി തയ്ക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഈ ഷോൾഡറിൻ്റെ കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട് സ്ലീവിൽ ഒരു നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിലേക്ക് ഇതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഫുട്ട് 2 അകത്ത് നിൽക്കണം. ജസ്റ്റ് ഒരു പോയിന്റ് തള്ളി ഇങ്ങോട്ട് പുറത്തേക്കണം. ആ പൊസിഷനിൽ വേണം തയ്ക്കാനായിട്ട്. എന്നിട്ട് ഈ പോയിന്റ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ കൈക്കുഴിയുടെ പോയിന്റ് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് അപ്പോഴൊക്കെ ചേഞ്ചായി പോകരുത്. ഈ കൈക്കുഴി പോയിന്റ് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പോകരുത്. ഇവിടെയൊക്കെ ചുരുണ്ട് പോകും സ്ലീവിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണേ, കയറി പിടിക്കാതെ ഉണ്ടാകും. വെച്ചിട്ട് അടിക്കാം. ഇവിടെ വരെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടല്ല അടിച്ചേ, ഇനി തിരിച്ചു പിടിക്കണം. പിന്നെ നമ്മളിങ്ങോട്ട് തിരിച്ച് പിടിച്ച് റിട്ടേൺ അടിക്കണം. റിട്ടേൺ അടിക്കുമ്പോൾ ഈ പീസ് ഇങ്ങനെ കയറി പിടിക്കും കേട്ടോ. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് കൈ വരുത്തേണ്ട, ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടല്ല പോയി, ഇനി അവിടെ നിന്ന് അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ അടിക്കണം കേട്ടോ. സ്ലീവിൻ്റെ ഇപ്പുറ സൈഡും ആ അറ്റത്തുനിന്ന് ഇനി ഇങ്ങേ അറ്റം വരെ അടിക്കണം. കണ്ടോ, ഇത് ഭാഗം ഇങ്ങനെ എടുക്കുന്നു, ഈ ഭാഗം ഇങ്ങനെ എടുക്കുന്നു. രണ്ട് ഷേപ്പിലാട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരേ ഷേപ്പിൽ ഇപ്പം കറക്റ്റ് ചെയ്ത് പിടിക്കും. ണ്ടോ ഈ ചുരുണ്ട് നിൽക്കുന്നതിന് നമ്മൾ ജസ്റ്റ് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. ഈ താഴെ പീസിന് നമ്മളിങ്ങനെ മുന്തിക്കണം കണ്ടോ. ഇതിനെ നമ്മൾ പിന്തിച്ച് പിടിക്കണം കണ്ടോ. ഇങ്ങനെ വച്ചാലാണ് നമുക്ക് ഇത് കയറുക. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ വിട്ടുപോയൊക്കെ ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ജസ്റ്റ് ഇങ്ങനെ മുന്തിച്ച് പിടിക്കുക, ഇതിനെ പിന്തിച്ച് പിടിക്കുക. അപ്പോൾ താഴെ പീസ് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തയ്ക്കുക കേട്ടോ. ഇവിടെ വരെ അടിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ സിംഗിളല്ലായിട്ടുള്ളൂ, ഒരു ലെയറിലായിട്ടുള്ളൂ. നമ്മൾ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഡബിൾ സ്റ്റിച്ചായി. അവിടെ നിന്ന് അറ്റം വരെ വന്ന് ഇത്രയും ഭാഗം സിംഗിളല്ല, ഒരു ലെയറിലായിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്റ്റിച്ചോടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് ഒരു കാരണവശാലും റൈറ്റ് സൈഡിൽ തുണിയിട്ട് തയ്ക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾ തുണി ലെഫ്റ്റ് സൈഡിലാണ് കിടക്കാവുള്ളൂ. തുണി എപ്പോഴും ലെഫ്റ്റ് സൈഡിലിട്ടാണ് തയ്ക്കാവുള്ളൂ കേട്ടോ. ഈ പോയിൻ്റൊക്കെ ഇങ്ങനെ കയറി പിടിക്കാതെ ഇതിനൊക്കെ ഒന്ന് നന്നായി നീക്കി കൊടുക്കും. ആ ഷോൾഡർ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ബട്ടൺ പിടിച്ചത് ഒരു ലോക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ മറ്റേ സ്ലീവ് തയ്ച്ചെടുക്കാം. ഇപ്പോൾ മറ്റേ സൈഡ് നമ്മൾ സ്ലീവ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് ഈ കൈക്കൊഴി സ്ലീവ് കൂടി നട്ട തുടങ്ങിയ വീണ്ടും നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് എടുക്കുക, തിരിച്ചു വയ്ക്കുക. ഇത് ഇങ്ങനെ പീസ് ഇങ്ങനെ ചുരുണ്ട് കയറി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ താഴേക്ക് ടൈറ്റ് ചെയ്ത്
ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇതിൻ്റെ മുമ്പുള്ള ചാനലിലുണ്ട് കേട്ടോ, കയറി ചെക്ക് ചെയ്യണേ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. അല്ലാത്തവരൊക്കെ ഒന്ന് കാണുന്നവരൊക്കെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യണേ കേട്ടോ. നമ്മുടെ ആ സ്ലീവിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് അടിച്ച് കംപ്ലീറ്റ് ആക്കി വീണ്ടും അറ്റത്തുനിന്ന് റിട്ടേൺ വന്ന് ഈ പോയിന്റിലേക്ക്, ഈ ലാസ്റ്റ് പോയിന്റിലേക്ക് കണ്ടോ. ഈ കൈക്കുഴി ഈ സ്ലീവിൻ്റെ പോയിന്റും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കുക. കൈ കൊണ്ടെല്ലാം സപ്പോർട്ട് ചെയ്ത് മാറ്റി പിടിക്കുക. അകത്ത് നിൽക്കണം കേട്ടോ. നീങ്ങി പോകാതെ ശ്രദ്ധിക്കണം. അറ്റത്തേക്ക് വരുമ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ഒരു കാണിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയറി പോയി ഇറങ്ങിയപ്പോൾ അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 പോയിന്റും കൂടി കറക്റ്റ് ചെയ്ത് പിടിക്കുക, കറക്റ്റ് ചെയ്ത് അടിക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ചല്ലേ ഉള്ളത്, അതുപോലെ തന്നെ മറ്റേ പീസ് സൈഡ് ചെയ്ത പോലെ തന്നെ തിരിച്ചിട്ടിട്ട് ഇപ്പോൾ സൈഡ് അടിച്ചെടുക്കാം കേട്ടോ. തിരിച്ചിടുമ്പോൾ എപ്പോഴും ഈ പീസ് ഇങ്ങനെ കയറി പിടിക്കും, ഇങ്ങനെ കയറി പിടിക്കും. അപ്പോൾ അത് നല്ല വശത്ത് നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ഇങ്ങോട്ട് തയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല കയറി സ്ലീവ് അടിച്ചു കഴിഞ്ഞു. ബോഡിയുടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞുണ്ടോ. നമ്മൾ സ്ലീവ് തയ്ച്ചിട്ട് സൈഡൊക്കെ ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കയറി പിടിച്ചിട്ട് നമ്മളത് എടുത്ത് കളഞ്ഞിട്ട് വേണം എടുത്തയക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ട് എന്നാ വേണ്ടേ, നമ്മൾ കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ, ആ പോയിന്റ് വച്ചിട്ട് ഇതിന് നമ്മൾ ചീത്ത വശം തിരിച്ചിടണം. ഇപ്പോൾ നമ്മൾ ചുരിദാർ കംപ്ലീറ്റ് തയ്ച്ചെടുത്തു. ഇനി നമ്മളിതിനെ ഷേപ്പ് ചെയ്യണം അല്ലേ. 2 സൈഡ് കൂട്ടി നമ്മുടെ അളവ് കറക്റ്റാക്കി എടുക്കണം. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ സ്ലീവ് റൗണ്ട്. സ്ലീവ് റൗണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിൽ നിന്ന് കിട്ടിയ അളവ് അടിവണ്ണം 6 ഇഞ്ചാട്ടോ. അപ്പോൾ നമ്മൾ ഈ 6 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഒന്ന് മാർക്കിങ് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടിയിരിക്കുന്ന 6.5 ഇഞ്ച്, 6.5 ഇഞ്ച്. അതുപോലെ ഇപ്പുറ സൈഡ് നമ്മൾ സ്ലീവിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഷോൾഡർ കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പോയിൻ്റൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ. ഈ ഭാഗം 6, സെൻറ്റർ ഭാഗം 6.5 ഉണ്ടോ. ഇനി വേണ്ടത് ഈ സെൻറ്റർ ചെസ്റ്റ് ഷേപ്പ്, ഹിപ്പ് എങ്ങനെ ഷേപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ നെക്കിൻ്റെ ഈ പോയിന്റ് ഇങ്ങനെ കറക്റ്റ് മൂല പിടിച്ചിട്ട് നമ്മുടെ ഈ ഷോൾഡർ കണ്ടോ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണേ. എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ കറക്റ്റ് സെൻറ്റർ ഇതിങ്ങനെ ഒന്ന് പോയിന്റ് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിങ്ങനെ ഇട്ടതിന് ശേഷം ആ സെൻറ്റർ ഭാഗത്ത് കൂടി നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം. എന്തിനാണെന്നറിയോ, നമുക്ക് അളവ് 2 വശത്തേക്കും ഈക്വൽ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ ഇങ്ങോട്ടും സെൻറ്ററിൽ നിന്ന് ഈക്വൽ ആക്കി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാൻ പറ്റും. അതിനോട് ഈസി മെത്തേഡാണ് ഇത് കേട്ടോ. ഇനി വേണ്ടത് ചെസ്റ്റ് നമുക്ക് എത്രയായിരുന്നു പറഞ്ഞായിരുന്നേ, ടോപ്പിലും നമുക്ക് 22 പറഞ്ഞായിരുന്നേ. അപ്പോൾ 44 ഇഞ്ച് വേണം അല്ലേ. അപ്പോൾ 22ൻ്റെ പകുതി എങ്ങനെ കാണണം, 22/2 അല്ലേ. അപ്പോൾ 22ൻ്റെ പകുതി 11. ഈ കൈക്കുഴി കാണുന്നുണ്ടോ, ഈ പോയിന്റിൽ നോക്കണം. ഈ പോയിന്റിൽ കണ്ടോ ഇങ്ങനെ ഉയർത്തി പിടിക്കണം കേട്ടോ. ഈ സെൻറ്റർ പൊസിഷൻ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 11 ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടോട്ടൽ അളവ് എത്രയായിരുന്നു, 22 അല്ലേ. കണ്ടോ ഫ്രണ്ട് പാർട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 22. ഓക്കെ. ഇനി വേണ്ടത് ഷേപ്പ് ലെങ്ത് നമുക്ക് എത്രയായിരുന്നു, 13.5 + 1/2 14. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടിയപ്പോൾ പോയി നമുക്ക് വേണ്ടത് 13.5 + 1/2 14 കട്ട് ചെയ്തപ്പോഴത്തെ 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടി അടിച്ച് പോയി. അപ്പോൾ നമുക്ക് ഷേപ്പിൽ എത്ര കൊടുക്കാം, 13.5 ഒരു പോയിന്റ് മാർക്കിങ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഈ ലൈൻ സെൻട്രൽ ലൈനിൻ്റെ കറക്റ്റ് പോയിന്റ് നോക്കാം. എന്നിട്ട് എന്താ ഷേപ്പ് റൗണ്ട് എത്രയായിരുന്നു നമുക്ക് പറഞ്ഞ്,
ഷേപ്പ് റൗണ്ട് നമുക്ക് ഫ്രണ്ട് ഓഫ് പാർട്ട് 21 അല്ലേ? അപ്പൊ 21ന്റെ പകുതി എത്രയാ? 10.5. ഈ പോയിന്റ് എവിടെയാണ് വരച്ചേക്കുന്നത് ആ പോയിന്റിൽ കറക്റ്റ് ഷേപ്പ് ലെങ്ത്തിന്റെ ഭാഗത്ത് വരച്ചിട്ട് 10.5 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. 10.5 പ്ലസ് 10.5 21. എവിടെയാണോ 21 കിട്ടുന്നത് അവിടെ നമ്മൾ മാർക്കിങ് കൊടുക്കുക. കേട്ടോ? അടുത്ത വേണ്ട ഹിപ്പ് ലെങ്ത് അല്ലായിരുന്നു 18.5 പ്ലസ് അര 19 അല്ലായിരുന്നു. അപ്പൊ ഷോൾഡർ കൊട്ടിപ്പോൾ അര പോയി 18.5. അപ്പൊ ആ 18.5 ഇഞ്ച് നമ്മളൊരു പോയിന്റ് ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ നമുക്ക് എന്ത് നോക്കണം? ഹിപ്പ് റൗണ്ട് അല്ലേ? ഹിപ്പ് റൗണ്ട് നമുക്ക് എത്രയായിരുന്നു കിട്ടിയായിരുന്നത്? ഫ്രണ്ട് ഓഫ് പാർട്ട് 24 കിട്ടി അല്ലേ? അപ്പൊ 24 നമ്മൾ അതിനെ സെന്റർ ചെയ്ത് വെക്കണം. 24 പകുതി എത്ര? 24/2 12. 12 പ്ലസ് 12 അല്ലേ? ചുറ്റളവ് നമുക്ക് 44 കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ട് നമുക്ക് എത്രയായിട്ട് വരും? 12. അത് കണ്ട 12 നമ്മൾ ഈക്വൽ ആയി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഹിപ്പ് റൗണ്ട് ആട്ടോ. 12 പ്ലസ് 12 24. കണ്ടോ? ഇപ്പോൾ നമ്മളിതൊരു ലൈൻ ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കണം കേട്ടോ. കൈക്കുഴിയുടെ പോയിന്റ് ഇങ്ങനെ പിടിക്കണം. ഈ രണ്ട് സൈഡും തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് ചെയ്തോ. ഈ പോയിന്റൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം കേട്ടോ. എന്നിട്ട് ഈ പോയിന്റില്ലേ, ചെസ്റ്റ് പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടല്ല കൊടുക്കണ്ടേ, ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്ലീവ് സെൻറ്റർ, സ്ലീവ് റൗണ്ട് കണ്ടോ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അടുത്തത് വേണ്ട ചെസ്റ്റ് ടു ഷേപ്പ്. അടുത്തത് വേണ്ട ഷേപ്പ് ടു ഹിപ്പ്. ഹിപ്പ് ഈ പോയിന്റിൽ വരും കേട്ടോ. ഹിപ്പ് ടു ബോട്ടം റൗണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് കൂട്ടുന്നത് എങ്ങനെയാണ്? സെൻറ്റർ വെച്ച് നമ്മൾ ഈക്വൽ ആക്കി എടുത്തു. ലൈനായതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് താഴെ ഒരു 1/2 ഇഞ്ചല്ലേ, ആ റേഞ്ചിന് ബേസ് ചെയ്തത് ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ചെയ്ത് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ. സൈഡ് കുട്ടിയടിക്കാം. ഇനി അതുപോലെ ഇപ്പുറ സൈഡിൽ ഞാൻ ആദ്യം ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നു, തുണി തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം തുണി ഇടേണ്ടത്. ഈ സൈഡ് നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പുറം വലത് സൈഡിലിട്ട് ചെയ്യൂലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിന് നമ്മളൊന്ന് തിരിച്ചിട്ട് ഈ സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റില്ലേ, എത്രയായിരുന്നു? 6 അല്ലേ? അപ്പോൾ ആ 6 പോയിന്റ് നമ്മൾ ഇവിടെ ഒന്ന് മാർക്കിങ് കൊടുക്കുക. സെൻറ്റർ കൈ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക കേട്ടോ. 6.5. ഇവിടെ ചെസ്റ്റ് അളവ് പോയിന്റ് ഉണ്ടോ? ആ പോയിന്റ് നമ്മൾ വിരൽ വെച്ചതേ കേട്ടോ. അങ്ങനെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഷേപ്പിൻ്റെ ഭാഗം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. ഹിപ്പിൻ്റെ പോയിന്റും മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് ചെയ്ത പോലെ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ തയ്യൽ തുമ്പില്ലേ അങ്ങോട്ട് തന്നെ ഇരിക്കണം കേട്ടോ. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരിക്കലും കൊടുക്കരുത്. നമ്മുടെ തയ്യൽ തുമ്പി അങ്ങോട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. കേട്ടോ, ഈ സൈഡും തുമ്പൊക്കെ തമ്മിൽ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെസ്റ്റിൻ്റെ ഷേപ്പിലേക്ക് ഷേപ്പ് ചെയ്ത് നമ്മൾ ഹിപ്പ് പോയിന്റിലേക്ക്, ഹിപ്പ് പോയിന്റിൽ നിന്ന് ബോട്ടം റൗണ്ടിലേക്ക് റേഞ്ച് ബേസ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഇനി നമുക്ക് സൈഡ് പൊട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ സ്ലീവ് ബോർഡർ റൗണ്ട് അല്ലേ, സ്ലീവ് റൗണ്ട് നമ്മൾ തയ്ക്കാനായിട്ട് വെച്ചു. ഈ ബട്ടണിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് തയ്ച്ച് വരുമ്പോൾ ബട്ടണിൽ ഇങ്ങനെ അമർത്തി ബട്ടൺ ബാക്കി പോകുന്നതിനാ ലോക്കഡാണ്. ഈ പോയിന്റിൽ വരുമ്പോൾ നമ്മുടെ കൈക്കൂടി തയ്യൽ തുമ്പ് താഴെയും മുകളിലേക്ക് കേട്ടോ, അങ്ങോട്ട് നമ്മുടെ സ്ലീവിൻ്റെ പോയിന്റിലേക്ക് അങ്ങോട്ട് വേണം എടുത്തെടുക്കാം. ഈ തുമ്പ് തമ്മിൽ ഒരുമിച്ച് വച്ചിട്ട് ഈ കൈ ഇങ്ങനെ പിടിക്കും കേട്ടോ. നമ്മുടെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരാനായിട്ട് കൈ പിടിക്കുന്നുണ്ടാവും. പീസ് തമ്മിൽ ഒരുമിച്ച് പിടിച്ച് താഴെ വരുമ്പോൾ നമുക്ക് അരയും കേട്ടോ. കാരണം എന്താ, ബോർഡർ റൗണ്ട് കംപ്ലീറ്റ് നമുക്ക് വേണമല്ലോ. താഴെ വരുമ്പോൾ നമ്മുടെ ഈ പോയിന്റ് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് അളവ് കറക്റ്റായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ. ഇതുപോലെ മറ്റേ സൈഡും തിരിച്ചിട്ട്
പിള്ളേരതേ ഇപ്പോഴും പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ പിള്ളേരായാലും ഇങ്ങോട്ട് കണ്ടോ ഇങ്ങനെ ഇട്ട് തയ്ക്കാൻ നോക്കാൻ മതി ആരായാലും കണ്ടോ. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ഇപ്പുറ സൈഡ് തരാം. അപ്പോൾ ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് പോയി പറഞ്ഞു തിരിച്ചിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്യണം ഇപ്പുറ സൈഡ്. അപ്പോൾ എപ്പോഴും എവിടെ കിടക്കണം? ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. ഇവിടെ ഇപ്പോഴും തയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇടാൻ ശ്രദ്ധിക്കാം. ഈ സൈഡും അതുപോലെ തന്നെ തയ്ച്ചിട്ട് കൈക്കോട്ടിയുടെ ഭാഗത്ത് തയ്ക്കുമ്പോൾ അങ്ങോട്ട് ഹൈറ്റ് ചെയ്ത് അങ്ങോട്ട് തിരിച്ച് വയ്ക്കണം കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സൈഡൊക്കെ കൂട്ടി അതിന് ശേഷം നമുക്ക് സൈഡ് 1 ഇഞ്ച് ഇങ്ങനെ വിട്ടതിന് ശേഷം ബാലൻസ് ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഒരു ഇഞ്ച് നമുക്ക് സ്പേസ് ഇവിടെ വിട്ടേക്കാം. കാരണം നമുക്ക് ചെറിയ വേരിയേഷനൊക്കെ നമുക്ക് ചെയ്യണമല്ലോ കേട്ടോ. ആ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കിടന്നാൽ മതി. അതുപോലെ മറ്റേ സൈഡ് അതുപോലെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയും ഈ ചുരിദാറിന് നമ്മൾ എന്താ തിരിച്ചെടുക്കണം. തിരിച്ചിട്ടിട്ട് താഴെ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം താഴെ മടക്കി തയ്ക്കാൻ. എല്ലാവർക്കും നമുക്ക് ആ താഴെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അടിക്കേണ്ട ഒരു മെത്തേഡ് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. കറക്റ്റ് റൗണ്ട് കിട്ടാൻ മാത്രം. കാരണം താഴെ നമ്മൾ കർവ് ചെയ്തല്ലേ ചെയ്തേ. ഉണ്ട് നമ്മൾ സൈഡൊക്കെ കൊട്ടി കഴിഞ്ഞ് ഇനി ചുരിദാറിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ക്കണം അല്ലേ. താഴെ നമ്മൾ ജസ്റ്റ് ഒരു കർവ് കൊടുത്തേക്കില്ല. അപ്പോൾ റൗണ്ട് ഷേപ്പല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡബിൾ ഫോൾഡ് ആയിട്ടാണ് തയ്ക്കണ്ടേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതിങ്ങനെ 1/4 ഇഞ്ച് ടു 1/4 ഇഞ്ച് അത്രയും മതി. 1/2 ഇഞ്ച് തയ്യൽ തുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ട. 1/4 ഇഞ്ച് ടു 1/4 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കിയിട്ട് കണ്ടോ. നമ്മൾ കട്ട് ചെയ്തപ്പോൾ 1 ഇഞ്ചാണ് വിട്ടേക്കുന്ന തയ്യൽ തുമ്പ താഴെ ഭാഗം. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് 1/2 ഇഞ്ച് ടു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി പിടിക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ മടക്കി തയ്ച്ച് വരണം. ഫുട്ട് എവിടെ നിൽക്കണം? ഫുട്ട് ലെഫ്റ്റ് സൈഡിൽ പുറത്ത് നിൽക്കണം. കുറച്ച് ഭാഗം അടിച്ച് വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് റൗണ്ട് കിട്ടണേ എന്ത് ചെയ്യാം, കുറച്ച് നീക്കിയത് ഈ ഫോൾഡ് ഉണ്ട്, ഈ മടക്ക് വന്നിരിക്കുന്ന ഫോൾഡ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇത്തിരി ഉയർത്തി ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഉയർത്തി പിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കിക്ക് നമ്മുടെ ആ റൗണ്ട് കറക്റ്റായിട്ട് വന്നു. നമ്മുടെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കണ്ടോ. അവിടെ കറക്റ്റ് ഇവിടെ വരുമ്പോൾ ലോങ്ങിൽ നമ്മളിങ്ങനെ പിടിക്കണം. മനസ്സിലായോ? ഈ പോയിന്റ് ഔട്ട്ലൈൻ ഫോൾഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം വേണ്ട, ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. കറക്റ്റ് റൗണ്ട് കിട്ടുമ്പോൾ അല്ലാതെ നമ്മളത് ഇങ്ങനെ മടക്കിയിട്ടോ ഒന്നുകൂടെ ഇങ്ങനെ മടക്കി തയ്ച്ച് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ അത് തള്ളു വരും ഇങ്ങനെ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിച്ചു തരുന്നത് കേട്ടോ. എങ്ങനെ നമ്മുടെ ലോങ്ങിൽ കണ്ടോ, ഈ ഇങ്ങനെ മടങ്ങിയതല്ല തയ്ച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൈ ലോങ്ങിൽ നമ്മൾ ഈ ഫോൾഡ് വശത്ത് ഇങ്ങനെ പിടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഫോൾഡ് കറക്റ്റായിട്ട് വരും. ബാലൻസ് ക്ലോത്ത് നമ്മളിങ്ങനെ മടക്കി വീണ്ടും കയ്യിനെ ലോങ്ങി പിടിക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് അടിച്ചെടുക്കണം കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടോ, ആ ഫോൾഡ് നമ്മളിങ്ങനെ ലോങ്ങിൽ മടക്കി പിടിച്ചാൽ മതി. അതിൻ്റെ പകുതി ഭാഗം നമ്മൾ അകത്തേക്ക് നമ്മളപ്പോൾ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോൾ കർവായിട്ട് വന്നേക്കല്ലേ. അപ്പോൾ അതിനെയൊക്കെ നമുക്കത് ശ്രദ്ധിച്ച് നോക്കി കണ്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് താഴേക്ക് ഈ ഫോൾഡ് നമ്മൾ എന്ത് ചെയ്യുക, ഈ തയ്യൽ തുമ്പില്ലേ ഇതിന് നമ്മൾ ഇങ്ങോട്ട് പിടിക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടോ ഫോൾഡ് കർവായിട്ട് വരുന്നുണ്ടോ കണ്ടോ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന പൊസിഷനിൽ നമ്മൾ എത്രയാണോ നമ്മൾ കർവായിട്ടല്ല നിൽക്കുന്ന ആ പോയിന്റ് കണ്ടോ, കറക്റ്റ് പോയിന്റിൽ നമ്മളിങ്ങനെ മടക്കി കൊടുക്കും. വീണ്ടും നമ്മൾ ഈ പോയിന്റാണ് പിള്ളേർക്ക് കിട്ടാത്തത്. അപ്പോൾ ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയുള്ളൊരു ഈസി മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കാണണേ കണ്ടോ. ഈ ഫോൾഡ് വശം നമുക്ക് ഇങ്ങനെ ലോങ്ങിൽ പിടിക്കണം. ലോങ്ങിൽ ആവില്ല. അപ്പോൾ ഈ ഫോൾഡ് ഒന്നുകൂടി പറയാം, അതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ ലോങ്ങിൽ പിടിക്കുക. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ലോങ്ങിൽ ഇങ്ങനെ പിടിക്കുക. കറക്റ്റ് പോയിന്റൊന്ന് ഈ മെത്തേഡൊന്ന് ഫോളോ ചെയ്തിട്ട് അപ്പോൾ കറക്റ്റ് നമുക്ക് എ ലൈനൊക്കെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടും. താഴെ ഭാഗം അവിടെ തൊട്ട് ഇവിടം വരെ വന്നപ്പോഴെല്ലാം നമുക്ക് ഒരേ അളവാണ് കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് ഓരോ നമ്മളെടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ കണ്ടോ. ഈ പോയിന്റ് കണ്ടോ ഇങ്ങനെയല്ല നിൽക്കുന്നത്, കർവ് ചെയ്തേക്കുന്നുണ്ട്. അവിടെ വരുമ്പോഴും കറക്റ്റ് പോയിന്റായിട്ട് കിട്ടും കേട്ടോ. അതിങ്ങനെ പിടിച്ചാൽ മതി.
ഇങ്ങനെ നീക്കി പിടിക്കണം. ഈ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ഇതിങ്ങനെ പിടിക്കണം. നമ്മുടെ തുമ്പൊക്കെ കറക്റ്റ് അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഞാൻ വരുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ സൂചിയുടെ കുത്തി വയ്ക്കുക, ബാറ് പൊക്കി വയ്ക്കുക, ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കുക. നമ്മുടെ ഈ തുമ്പിനെയൊക്കെ കറക്റ്റ് അകത്തേട്ട് തൈ തുമ്പുണ്ടോ വേണ്ട ഇങ്ങനെ വയ്ക്കുക. ഒട്ട് താഴ്ത്തിയിട്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് ഒരു ബ്ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റ് റൗണ്ടായിട്ട്